ഹലോ ഗൈസ്. സോ റാമോജി ഫിലിം സിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തോന്നുന്നതാണ് എവിടെ നിന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലത്തെ ബസ്സസ് കിട്ടും. സോ ഒരാളൊഴിഞ്ഞ ബസ്സിൽ കയറി ഞാനും വിവേകം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ യൂറോപ്യൻ സ്ട്രീറ്റ് കാണുന്നത്. ഇത് കണ്ടില്ല, ഇവിടെ ബിൽഡിങ്സ് ഒക്കെ യൂറോപ്പിലുള്ളതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത് പോകുന്നത് എയർപോർട്ടിലോട്ടാണ് കേട്ടോ. കണ്ടോ, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതൊരു അടിപൊളി സ്ഥലമായിരുന്നു. കണ്ടില്ലേ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പെട്ടെന്ന് നമ്മൾ അമേരിക്കയിലെത്തി. അവിടെ വെച്ച് ചില വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. വിവേകിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചേട്ടന്മാരുടെ ഇടയിൽ ഇരുത്തിയതാണ്. അവനാണെങ്കിൽ ഇരുന്ന് ഒരേ മുട്ടൻ അഭിനയം. സോ നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി ഏകദേശം. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവിടെ ചെറിയ കൾച്ചറൽ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഡി ജെ പരിപാടി തകർത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അധിക സമയമല്ല, നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയ ഡിന്നർ കേട്ടോ. ആക്ച്വലി നമുക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് പാസ് ഉണ്ടായിരുന്നു. സോ ഡിന്നറൊക്കെ കഴിച്ചിട്ടും കഴിക്കാതെയൊക്കെ ആൾക്കാരിരുന്ന് കണ്ടില്ല ഡാൻസ് പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ടോട്ടൽ പാക്കേജാണ് കേട്ടോ. എന്തായാലും റാമോജി ഫിലിം സിറ്റിയുടെ എക്സിറ്റിലൂടെ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം യാത്രകളൊക്കെ കഴിഞ്ഞു. സോ നമ്മൾ വരുന്നതിനിടയ്ക്ക് തന്നെ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളും ടോയ്സൊക്കെ മേടിച്ചു. എനിവേസ് റാമോജി ഫിലിം സിറ്റിയോട് ബൈ പറയാൻ പോകും. അല്ലെ, ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് അല്ലേ? 100%. വിവേക് പറഞ്ഞതുപോലെ തന്നെ 100% ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. തിരിച്ചു പോകാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്രൗഡും തിരക്കൊക്കെയാണ് കേട്ടോ. എന്തായിരുന്നാലും നിങ്ങൾ സമയം കിട്ടുമ്പോൾ റാമോജി ഫിലിം സിറ്റി പോയി എന്ന് കാണണേ.